ഈ മേഖലയിൽ കഴിഞ്ഞ 3-4 വർഷമായി കാട്ടാനകളുടെ ആക്രമണം സ്ഥിരമായി ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം നവമി, ഇതിപ്പോൾ ഈ പ്രദേശത്ത് പ്രതിഷേധത്തിന്റെ ഭാഗമായി എല്ലാവരുമുണ്ട്. LDFും UDFും NDAയും എല്ലാം പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. ആ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആകുലതകൾ എന്തൊക്കെയാണ്? പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അഭിലാഷ്, ഇന്നൊരു ദിവസത്തേക്ക് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും വാഗ്വാദങ്ങളും പഴിചാരലും ഒക്കെ ഉണ്ടാകും. ഇത് കഴിഞ്ഞാൽ എന്താണ് ഈ നാട്ടുകാരാണ് അനുഭവിക്കേണ്ടത്? അവരാണ് ഈ കാട്ടാന ശല്യത്തിൽ പേടിച്ച് ജീവിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, കുറച്ചു നാളായി നിങ്ങളുടെ വലിയൊരു പ്രശ്നമാണ് ഈ കാട്ടാന ശല്യം. ഇതിനൊരു പരിഹാരം ഇതുവരേക്കും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. പറയാൻ പറ്റില്ല. എന്താ മോളെ പറയണ്ടേ? എന്റെ അഭിപ്രായമാണ്, ഇവിടെ ഈ ആനശല്യവും പന്നിശല്യവും മാറ്റി തരണം സർക്കാർ. അത്രയാണ് പറയാനുള്ളത്. ഞാനിവിടെ വന്ന് താമസം തുടങ്ങി 68 വർഷമായി. അന്ന് കാട്ടാനുണ്ടായിരുന്ന എല്ലാം മാറിപ്പോയി. ഈ കാട്ടുപന്നിയുടെ ശല്യം അവിടെ നാളികേരം എന്നാ കിട്ടിയില്ല, ഒരു കൊക്കോ വെളുത്താ കിട്ടിയില്ല. അണ്ണാൻ, കൊരങ്ങ്, മരപ്പെട്ടി, മലയണ്ണ, കാട്ടാന, മുള്ളൻ പന്നി, കപ്പതിനാവണ കാട്ടുപന്നി, ഈ ശല്യം വന്യമൃഗ ശല്യം അന്യായമായിട്ട് ഇവിടെയുണ്ട്. ഇവിടെ ആമ്പിള്ളേർക്കും ഇങ്ങോട്ട് ഒരു പെങ്കൊച്ചിനെ കിട്ടിയില്ല കല്യാണം കഴിക്കാൻ. ഇവിടുത്തെ റോമ്പള്ളിയിൽ ആ ഇടവപ്പള്ളി 56-57 ചെറുപ്പക്കാരായിരിക്കണം. ഒരു പെങ്കൊച്ചിനെ പുറത്തുനിന്ന് കിട്ടാതെ ഇവിടെ പെൺപിള്ളേരില്ല. എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഒരുപാട് ഈ ആന വന്നുകൊണ്ടാ, യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാ. പിന്നെന്ത് ഇങ്ങനെയുള്ള വന്യമൃഗ ശല്യം മാറ്റി തന്നേ പറ്റുള്ളൂ. കാട്ടാന കൃത്യമായിട്ട് ഈ കാട്ടാന ഇവിടെ നിന്ന് ഒഴിവാക്കി തരണം. കാട്ടുപന്നിയും മറ്റുള്ളതൊക്കെ എന്തെങ്കിലും ആട്ടെ, ആളെ കൊല്ലൂല്ലോ. കാട്ടാനെ ഇവിടെ നിന്ന് ഒഴിവാക്കി തരണം. അഭിലാഷ്, പ്രത്യേകിച്ച് പറയാം, തികച്ചും അവരുടെ ഒരു നിസ്സഹായ അവസ്ഥ കൂടി നമ്മളിവിടെ കണക്കാക്കണം. കാരണം ഇവരാണിനി ഇവിടെ ജീവിക്കാനുള്ളത്. ഈ കാട്ടാനകളെ പേടിച്ച് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാതെ ഇവിടെ ഇവർക്കൊക്കെ പ്രിയപ്പെട്ടവനായ ഒരു ചെറുപ്പക്കാരനെ കൂടി നഷ്ടമാകുമ്പോൾ അവരുടെ ഒരു വിഷമം അത് എത്രത്തോളമാണെന്ന് നമുക്കത് ഊഹിക്കാൻ കഴിയും. ചേട്ടാ, ഇവിടെ ഈ കാട്ടാനയുടെ ശല്യം ഇങ്ങനെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. ഒരു നടപടിയും ഒന്നും ഉണ്ടാവുന്നില്ല. ജനപ്രതിനിധികൾ വരുന്നു, വാഗ്ദാനങ്ങൾ നൽകി പോകുന്നതിനപ്പുറത്തേക്ക് നടപടികളായിട്ടൊന്നും കാണുന്നില്ല. ശരിയാണ്, പ്രത്യേകിച്ച് നടപടിയായിട്ടൊന്നുമില്ല. അതിനെക്കുറിച്ചൊന്നും പറയാനുമില്ല. പിന്നെ പറയാം, ശരിയാണ്, ഇവിടെ ഒരു നടപടിയില്ല. ഇപ്പൊ ഈ പയ്യൻ മരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും വളരെ പരിതാപകരമായൊരു, ആ കുടുംബത്തിലാണെങ്കിലും ആ ഒരു പയ്യൻ മാത്രമേ ഉള്ളൂ. മറ്റ് ചേട്ടനാനിയന്മാരുടെ വീടുകളിലൊന്നും ഒരു ആൺതരിയില്ല. ആ കുടുംബത്തിൽ ഒരു ആൺതരി മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു അങ്ങനെ ഇപ്പൊ ഇവിടെയുള്ള ആൾക്കാരെല്ലാം വളരെ ഭയചകിതരാണല്ലോ. ഇപ്പൊ ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇങ്ങോട്ട് പോരുന്നത് രാത്രിയൊക്കെ പേടിച്ചാ പോരുന്നത്. ലേഡീസൊക്കെ സ്കൂട്ടറിൽ വന്ന് അവിടെ ജോലിക്ക് പോകണവര്, തൊടുപുഴയൊക്കെ ജോലിക്ക് പോകണവര്. ഈ കഴിഞ്ഞ ദിവസം തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ആ ഒരു രീതിയിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നല്ല ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ജനങ്ങൾ പ്രതികരിക്കും. ഇവിടെ ഇങ്ങനെ ആനകള് കാണാൻ തുടങ്ങി, ആനകൾ തുടങ്ങിയിട്ട് ഒരു കൊല്ലത്തിന് മേലെയായി നിൽക്കുന്നത്. 3 വർഷമായിട്ട് ശല്യമുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾ ഈ ഫോറസ്റ്റിനെ അറിയിക്കുന്നു? ഉണ്ടുണ്ട്, അവരെ അറിയിക്കാറുണ്ട്. ആനയെ കാണുവാണെങ്കിൽ അവർ വരാറുമുണ്ട്. ഓടിക്കാനും പിടിക്കാനൊക്കെ അവർ വരാറുമുണ്ട്. ഈ കാണുന്ന ഫെൻസിംഗ് ഒക്കെ നാട്ടുകാര് പിരിവിട്ട് കൂടി കറണ്ടും പാസ് ചെയ്യുന്നില്ല. ഇത് സിംഗിൾ ലൈനും ഉണ്ടായിരുന്നുള്ളൂ. അത് ഡബിൾ ലൈൻ, അതും കുറച്ച് അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ബാക്കി ഞങ്ങൾ പിരിവിട്ട് നാട്ടുകാർ ഡബിൾ ലൈൻ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇത് നടന്നത്. ഞങ്ങളിവിടെ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ പയ്യൻ അവിടെ സംഭവിച്ചത്. അഭിലാഷ്, അത് തന്നെയാണ് ഇവരുടെ ഒരു മാനസികാവസ്ഥ. ഏകദേശം ഒരു 2 വർഷത്തിലേറെയായി, 4 വർഷം എന്നാണ് ആളുകൾ പറയുന്നത്. 4 വർഷമായിട്ടേ ഉള്ളൂ ഈ ഒരു കാട്ടാനയുടെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട്. ഇവരെയൊക്കെ കാണുന്ന രീതിയിൽ കാട്ടാനകൾ ഇറങ്ങുകയും നാട്ടുകാർ തന്നെ ഇതിനെ തുരത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം, ഈ ഫെൻസിംഗ് എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഫെൻസിംഗിന്റെ പകുതി വരെ, കുറച്ച് ഭാഗം മാത്രമാണ് ഈ ഫെൻസിംഗ് നടത്തിയിരിക്കുന്നത്. ബാക്കി ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിലൊന്നും ഈ ഫെൻസിംഗ് നടത്തിയിട്ട്
കിട്ടിയിട്ടില്ല. അത് ആളുകൾ പിരിവിട്ട് ഏകദേശം 3 ലക്ഷം രൂപ നാട്ടുകാരെല്ലാരും കൂടി പിരിവിട്ടാണ് ഈ ഫെൻസിംഗിന് വേണ്ടിയിട്ടുള്ള ഈ കമ്പി സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ കൂടി വൈദ്യുതി പോകുന്നില്ല. വെറുതെ ആനെ പേടിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു ഫെൻസിംഗ്. പക്ഷേ ഇതൊക്കെ അവരുടെ ഒരു ഉപജീവന മാർഗം സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ സ്വന്തം കയ്യിലെ കാശ് മുടക്കി ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോഴും സർക്കാരോ അധികൃതരോ ആരും തന്നെ ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല. അതിന് ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ അമറിന്റെ മരണത്തിലൂടെ തെളിയുന്നതും. അങ്ങനെ കൃത്യമായ ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ ആ 22 വയസ്സുകാരനായ ആ ചെറുപ്പക്കാരൻ, ആ കുടുംബത്തിന്റെ ഏക അത്താണിയായ ആ വ്യക്തി, ആ ചെറുപ്പക്കാരന്റെ ജീവൻ ഇപ്പോൾ നഷ്ടപ്പെടില്ലായിരുന്നു. രാവിലെ നമ്മളിവിടെ വന്നപ്പോൾ ഉണ്ടായ ആ വീട്ടിലെ കാഴ്ച, ആ മാതാപിതാക്കളുടെ കരച്ചിൽ, ആ അച്ഛന്റെ സ്വപ്നം, അമ്മയുടെ സ്വപ്നം, അവരുടെ സ്നേഹം, അവരുടെ സന്തോഷമാണ് ഇതോടുകൂടി, ഈ അധികൃതരുടെ അനാസ്ഥയോടുകൂടി, സർക്കാരിന്റെ ഒരു അനാസ്ഥയോടുകൂടി നഷ്ടമായിരിക്കുന്നത്. ഇനിയൊരു ഇതുപോലൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടത് സർക്കാർ തന്നെയാണ്. ഇത് ഈ മാസം തന്നെ നമ്മൾ 3ാമത്തെ ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വാർത്തയാണ് ചർച്ച ചെയ്യുന്നത്. ഈ ഒരു വർഷത്തിനിടയിൽ ഏകദേശം 8-ലധികം പേരാണ് മരിക്കുകയും ചെയ്തത്. ഇങ്ങനെ ആവർത്തിച്ചു തുടങ്ങിയാൽ എന്തായിരിക്കും നാട്ടുകാർ ചെയ്യുക, എന്താണ് ഞങ്ങൾ ചെയ്യുക എന്നൊരു ചോദ്യമാണ് ആളുകൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ആനയുടെ ഈ മുണ്ടരിങ്ങാട് നിന്ന് തുരത്തണം. ഇവിടെ ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിത സാഹചര്യം ഉണ്ടാക്കി തരണം. അതിനുള്ളൊരു സംവിധാനം ഒരുക്കണം. അതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവിടെ ഉണ്ടാകേണ്ട കാര്യം. ഞങ്ങൾ ഒത്തിരി നാളായി, ഞങ്ങൾ വർഷങ്ങളായി, 5 വർഷത്തോളമായി ആന ഇവിടെ വന്നു തുടങ്ങിയതിന് ശേഷം പല പ്രാവശ്യം ഇതിനു വേണ്ടി ഞങ്ങൾ പറഞ്ഞു. ഇത് ഫോറസ്റ്റ് അധികാരികൾ അതിന് ലാസ്റ്റായപ്പോൾ ചെറിയ മൗനാനുവാദം തന്നു. പക്ഷെ എന്നാൽ തന്നെയും ഇതിനെ ഇവിടുന്ന് പുറത്തേക്ക് കടത്തിടാൻ യാതൊരു മാർഗവും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇന്ന് ഞങ്ങളുടെ ജീവിതം. ഇന്ന് ഞങ്ങൾക്ക് പുറത്തേക്ക് പോയിട്ട് വരാൻ ഒരു നിർവാഹമില്ല. ആ അവസ്ഥയിലാണ് ഇന്നിവിടെ ഞങ്ങളുടെ ജീവിതം. അതുകൊണ്ട് ഇതിന് ശാശ്വതമായൊരു പരിഹാരമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. അഭിലാഷ്, ഇന്നലെ വൈകുന്നേരം 4 മണിക്കാണ് ഈ അപകടം സംഭവിക്കുന്നത്. പകല് പോലും, അല്ലെങ്കിൽ രാത്രി മാത്രമല്ല, പകല് പോലും ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പേടിയാകുന്ന സാഹചര്യമാണ്, കൂട്ടത്തോടെ സഞ്ചരിക്കേണ്ട സാഹചര്യമാണ്. ഈ കാട്ടാനകളെ പലപ്പോഴും നാട്ടുകാർ തന്നെയാണ് തുരത്തുന്നത്. വനപാലകരൊക്കെ എത്തുന്നുവെങ്കിൽ പോലും അവരുടെ കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണം ഈ ഭാഗത്തുണ്ടാകുന്നില്ല എന്ന് തന്നെ ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ഒപ്പം ഈ ഫെൻസിംഗിന്റെ നടത്തുന്നതിലെ അനാസ്ഥയും ഒക്കെ ഇവിടെ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമാണ്. MP പറയുന്നു MP ഫണ്ടിൽ നിന്നും അനുവദിച്ചതാണെന്ന്. പക്ഷേ വനം വകുപ്പാണ് ഇതിന്റെ അപ്രൂവൽ കൊടുക്കാത്തത്, വനം വകുപ്പാണ് ഇതിന്റെ നടപടികൾ സ്വീകരിക്കാത്തതെന്ന് MP ആരോപിക്കുന്നു. വനം വകുപ്പ് പറയുന്നു സർക്കാരിൽ നിന്നും ഞങ്ങൾക്ക് അനുമതി കിട്ടിയില്ല. അങ്ങനെ പരസ്പരം ഈ വകുപ്പുകളെല്ലാം പഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഇരയാക്കപ്പെടുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളാണ്, പാവപ്പെട്ട നാട്ടുകാരാണ്. അല്ലെങ്കിൽ ഈ അമറിന്റെ പോലുള്ള ചെറുപ്പക്കാരുടെ ജീവനാണ് ഇതിന് ത്യാഗമായി പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം. ആ കുടുംബത്തിന് ഒരിക്കലും മായാത്തൊരു വേദന തന്നെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉടൻ തന്നെ സർക്കാർ നടപടിയെടുക്കണം എന്ന് മാത്രമാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. ഇനിയും സർക്കാർ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ കടുത്ത പ്രതിഷേധവുമായി തെരുവിലിറങ്ങാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അഭിലാഷ്, യെസ്, എന്തായാലും ജനങ്ങൾ കടുത്ത പ്രതിഷേധത്തിലാണ്. ഒരു യുവാവിന്റെ ജീവൻ കൂടിയാണ് കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞത്. ഇടുക്കി മുള്ളരിങ്ങോടാണ് കാട്ടാന ആക്രമണത്തിൽ 22 വയസ്സുള്ള യുവാവ് മരണപ്പെട്ടത്.